ഹായ്, ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തോറ്റ് തുന്നം പാടുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യത്തെ ദിവസം ഞാൻ ഇങ്ങനെ പിച്ചി പറിച്ചൊക്കെ ഇതെടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ അവസാനം അത് ഇട്ടിട്ട് പോയി. അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത ദിവസം പൂർവാധിക ശക്തിയോടുകൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കളത്തിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ കിടന്ന ഓലയും മടലും എല്ലാം വാരി മാറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശാലമായിട്ട് അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ തള്ളു മാത്രമേ ഉള്ളൂ. ചേട്ടൻ രാവിലെ കുറച്ച് ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പല്ലിയിരിപ്പിന് വലിച്ച് ആദ്യം തന്നെ വാരി ദൂരെ കൊണ്ട് കളയുന്നുണ്ട്. അപ്പോൾ കൂട്ടുവിനെ അവിടെ കെട്ടിയിട്ടുണ്ട്. എനിക്കൊരു കൂട്ടിനാണ് അവനെ കെട്ടിയിട്ടേക്കുന്നത്. അവിടെ അവനെ അഴിച്ചു വിട്ട് അവൻ ഇതിൻ്റെ എല്ലാ അറ്റത്ത് പിടിക്കും. പിന്നെ ഞാനും അവനോടുള്ള ഗുസ്തി മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അവന് ഇതെല്ലാം ആവശ്യമാണ്. പിന്നെ പല്ലിയിരിപ്പ് ആവശ്യം വരും. പിന്നെ പോച്ച പറിച്ചുകൊണ്ട് പോകുന്നതൊക്കെ അവന് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അവനെ കെട്ടിയിടുന്നിടത്ത് കിടന്നിട്ടും അവൻ എന്നോട് ഗുസ്തിക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിൽ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ കവറിനകത്ത് വാരി വെക്കുന്നതായിരുന്നു. പക്ഷേ അതവിടെ ഇവിടുത്തെ കാറ്റുകൊണ്ട് അത് പറന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വീഴും. ആ ചാക്കുകെട്ടോട് ഉരുണ്ട് വീണിട്ട് അതിനകത്ത് നിന്ന് പറന്നു പോകുന്നത് നമ്മൾ കാണത്തില്ല ചിലപ്പോൾ. അപ്പോൾ അവിടെ ഇവിടെയെല്ലാം കിടന്ന് പറങ്ങുന്നത് അതെല്ലാം പെറുക്കി കൂട്ടി ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ മമ്മട്ടിയല്ല, ഇത് കൂന്താലിയാണെന്ന് തോന്നിട്ട്. അപ്പോൾ ഇതിട്ട് വെട്ടാൻ ആദ്യമൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ വിചാരിച്ച് നടക്കത്തില്ല, ഈ പണി പറ്റത്തില്ല എന്നെ കൊണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ നിന്ന് കടന്നൊക്കെ ഒത്തിരി നേരം ഇതിൻ്റെ പിന്നാലെയായിരുന്നു കേട്ടോ. അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വെള്ളം കുടിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും പോയി കളയ്ക്കുന്നു, എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ കുറച്ച് സ്ഥലം ക്ലീൻ ചെയ്ത് ഞാൻ നിർത്തിയിട്ടുണ്ട് പണി കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ അത്രയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് നേരെ അടുക്കളയിലോട്ട് വിട്ടിട്ടുണ്ട്. അടുക്കളയല്ല, വർക്ക് ഏരിയയിലാണ് കേട്ടോ. അവിടെ പാത്രങ്ങളൊക്കെ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് വെച്ചിട്ടുള്ളത്. അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല. എങ്കിലും ഞാൻ എല്ലാം വാരി എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഡെയിലി എടുക്കുന്ന പാത്രങ്ങളൊക്കെ തന്നെ. ഈ മല്ലിത്തൂക്ക് മാത്രമേ ഉള്ളൂ എടുക്കാതെ. അപ്പോൾ അതെല്ലാം ഒന്നുകൂടെ തുടച്ചിട്ട് വീണ്ടും അവിടെ വർക്ക് ഏരിയക്കകത്തിൽ സ്ലാവിൻ്റെ അടിവശം എല്ലാം ഞാൻ വെള്ളം മുക്കി തുടച്ച് പേപ്പറൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഇതെല്ലാം പെറുക്കി അടുക്കി വെക്കുന്നുണ്ട്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓണത്തിന് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ അങ്ങനെ തുടങ്ങത്തൊന്നുമില്ല പണികൾ. ഞാൻ എല്ലാം കൂടെ 1-2 ദിവസം കൊണ്ട് പണികളൊക്കെ തീർക്കും. അത് ഞാൻ സ്ഥിരം അങ്ങനെ ചെയ്യുന്നത്. അവിടുത്തെ വീട്ടിൽ വെച്ച് നമുക്കൊരു റൂമാണ് ക്ലീൻ ചെയ്ത് ബാക്കി നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്നത്. എങ്കിൽ തന്നെ ആ റൂം ഞാൻ ഒരുമിച്ച് എല്ലാം കൂടെ ചെയ്യല്ല. കുറേശ്ശെ അങ്ങനെ ചെയ്യാനായിട്ടൊന്നും ഞാൻ നിൽക്കത്തില്ല. എനിക്കിഷ്ടമല്ല ഇന്നൊന്നും ഇങ്ങനെ പണിയെടുക്കുന്നത്. ഞാൻ ഒരുമിച്ച് എല്ലാ പണിയും കൂടെ എടുക്കും കേട്ടോ. കബോർഡിൻ്റെ ഡോറും അതെല്ലാം ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ജനൽ അങ്ങനെ ഞാൻ കാര്യമായിട്ട് തുടയ്ക്കുന്നില്ല. കാരണം ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു ദിവസം എല്ലാം ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചേട്ടനൊക്കെ ഉള്ളപ്പോൾ ഫാനും ജനലും അങ്ങനെയൊക്കെ തുടയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ചേട്ടനോട് ചോദിച്ചാൽ ഞാൻ ചേട്ടൻ തുടച്ച് തരാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. സമയമ്പോൾ കാലുമാറും എന്തായാലും എനിക്ക് ഹൈറ്റ് കൊണ്ട് എത്തത്തില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഏണി ഒരു ആട്ടമുള്ള ഏണിയാണ്. ഞാൻ എൻ്റെ മണ്ടയിൽ കയറി തലയും തല്ലി വീഴണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ ആ പണിക്കൊന്നും നിൽക്കാത്തത്. പൊടിയൊക്കെ ഞാൻ അടിച്ച് കളയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഇതിനോട് ഒതുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ തറയൊക്കെ തുടയ്ക്കുന്നുള്ളൂ. ബാക്കി സ്ലാവെല്ലാം ഒതുക്കി തുടച്ചെങ്കിലും ഞാൻ തറ തുടയ്ക്കുന്നില്ല കേട്ടോ വർക്ക് ഏരിയയുടെ. അപ്പോൾ എൻ്റെ എനർജിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി വല്ലതും കഴിച്ചില്ലെങ്കിൽ പണി പാളും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.